നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ ചെയ്യുന്നത് നടൻ ഉണ്ണി മുകുന്ദനും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മാനേജർ എന്ന് പറയപ്പെട്ടിരുന്ന, ഇപ്പോൾ മാനേജറല്ല, മാനേജർ എന്ന് പറയപ്പെട്ടിരുന്ന വിപിൻ കുമാറുമായിട്ടുള്ള വിഷയത്തിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു. ഞാൻ ചെയ്ത വീഡിയോകൾ സത്യസന്ധമായിട്ട് തന്നെ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പോയി അറ്റൻഡ് ചെയ്തതാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു പോയിട്ട് പിന്നീട് എൻ്റെ നേർക്ക് ചോദിച്ചൊരു കാര്യം, നിങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല എന്നാണ്. അതെന്താണ് ഉണ്ണി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ഒരു സംശയം. ഞാൻ ഉണ്ണിയുടെ ആരാണ്? ഉണ്ണിയുടെ PR ഏജൻസ് അല്ല. ഞാൻ PR ഏജൻ്റ് ആണെങ്കിൽ പറയുന്നത് ശരിയാണ്. ഞാൻ ഉണ്ണിയെ ഒരു നടൻ എന്ന നിലയിൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നമുക്കറിയാം, പല കാര്യങ്ങളും അറിയാം. പക്ഷേ നിങ്ങളിൽ നിന്നും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വാർത്ത കണ്ടാൽ വാർത്ത ചെയ്യാൻ തന്നെയാണ് ഞാനിരിക്കുന്നത്. ആ വാർത്ത ചെയ്തലാണ് ഞാൻ ചെയ്തത്. ഉണ്ണി മുകുന്ദൻ ചോദിച്ചത് ഇങ്ങനെയാണ്. സർ, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസൊക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും. ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ. ദാറ്റ് ഈസ്, നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ എനിക്ക് മനസ്സിലായില്ല. ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ്കയിലെ മെമ്പർ പോലും അല്ല. ഒരു ബേസിക് റീസർച്ചിന്റെ ഭാഗമായിട്ട് എല്ലാ ഇന്റർവ്യൂസിലും ഫെഫ്കയിലെ മെമ്പറാണെന്ന് പറയുന്ന ബ്ലേറ്റന്റ്ലി നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ, എനിക്കറിയില്ല, എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ്. ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരും വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥകൾ പറയും, എന്നെ ഇതിൽ നിന്ന് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു. ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്നും, ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല. സംസാരം ഉണ്ടായിട്ടുണ്ട്. സംസാരം വളരെ ഇമോഷണൽ ആയിരുന്നു. ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. അവിടെ നിൽക്കുന്ന ആള് പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു ആളായതുകൊണ്ടും PR ചെയ്യുന്ന ഒരു ആൾ, നിങ്ങളെല്ലാവരും PR ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒരു വ്യക്തിയാണ്. ഞാൻ ഉണ്ണി മുകുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ്? എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത്. ഇതിനുശേഷം അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്, പല ചോദ്യങ്ങളും ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എന്ന് പറഞ്ഞ് താങ്കൾ ഫോണിൽ ഒരു സംഭാഷണം എടുത്തു, അത് പോലീസാണെന്ന് വരെ ഞാൻ സംശയിക്കുന്നു. ഒരു സംശയം വേണ്ട, അത് അന്വേഷിക്കണ SI അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ച് തന്നെ ഞാൻ സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് തന്നെയാണ്. അതിന് യാതൊരു സംശയം ഉണ്ണിക്ക് വേണ്ട എന്ന് ഞാൻ പറയുകയാണ്. അതിലൊക്കെ PR വർക്കുകൾ പലതും നടക്കുന്നുണ്ട് എന്നും എനിക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഞാനിത് പറയേണ്ട വന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വഴി തെറ്റിച്ച് വിടാനുള്ള സംവിധാനത്തിലേക്ക് പോയപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ആ ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് മറുപടി നൽകുകയും ചെയ്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് നടൻ ഉണ്ണി മുകുന്ദനുമായിട്ട് യാതൊരുവിധ പ്രശ്നമുള്ള ആളല്ല. വാർത്ത കണ്ടാൽ വാർത്ത കൊടുക്കുക, വാർത്തയോടൊപ്പം യാത്ര ചെയ്യുക, വാർത്ത എന്തൊക്കെയാണ് അതിൻ്റെ സത്യവും അസത്യവും കണ്ടെത്തുക എന്നുള്ളതാണ്. കുറ്റം ചെയ്ത ആരാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല. വിപിൻ പറയുന്നതാണോ ശരി, ഉണ്ണി മുകുന്ദൻ പറയുന്നതാണോ ശരിയെന്ന് പോലീസ് അന്വേഷണം നടത്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കോടതിയിലും എത്തിയിട്ടുണ്ട്. ആ കോടതിയിൽ തെളിയും. പക്ഷേ അപ്പോൾ നമ്മളൊരു വാർത്ത ചെയ്യുമ്പം ആ വാർത്ത മാത്രം എന്തോ ഉണ്ണിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വാർത്ത എത്തിക്കാൻ വേണ്ടി കുറേ ഫാൻസുകാരും കുറേ PR ഏജൻസിയും വർക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് സ്വയം തോന്നിയുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നത്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് വാർത്ത ചെയ്താണ്. അദ്ദേഹം പറയുന്നുണ്ട് പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു മെയിൻ ചാനലിൻ്റെ കാർഡ് 2:30 മണിക്കിടുന്നു, 5:30 മണിക്ക് പോലീസ് പരിശോധന നടത്തുമ്പോൾ 2:30 മണിക്കിടുന്നു. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ, വിവിൻ്റെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറയുകയും CCTVയിൽ ദൃശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ.
സത്യമാണോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് അങ്ങനെ വാർത്ത ചെയ്തു. വിപിനുമായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. ഞാൻ വിപിനെ പരിചയപ്പെടുന്ന ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ എന്ന നിലയിൽ തന്നെ പരിചയപ്പെട്ടിരുന്നു. അതിന് മുമ്പ് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ടോവിനോയുടെ കൂടെ ഉണ്ടായിരുന്നു, പൃഥ്വിരാജിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, എനിക്കറിയാം. അങ്ങനെ വിളിക്കാറുണ്ട്. പിന്നീട് ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് തന്നെയാണ് ആ വിപിനെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നത്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ മാനേജറല്ല എന്ന് പറയാൻ എന്താണെന്ന് അറിയില്ല, അത് അവർ തമ്മിലുള്ള വിഷയമാണ്. അതല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ പല ചോദ്യങ്ങൾ വരുന്നപ്പോൾ ഒരു കാര്യം ഇദ്ദേഹം വ്യക്തമായി പോന്നു. നിങ്ങൾ കണ്ടല്ലേ, എല്ലാവരും കണ്ടില്ല, ആ ദൃശ്യങ്ങൾ കണ്ടല്ലോ, ആ ദൃശ്യങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ ക്രൂശിക്കുന്ന വഴി? ആ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയായപ്പോൾ 24 ചാനലിൽ ഒരു 5 സെക്കൻഡ് വീഡിയോ വരുന്നു. 5 സെക്കൻഡാണ് വീഡിയോ വരുന്നത്. അതിനകത്ത് ഒന്നുമില്ല, കൈയേറ്റം ചെയ്യുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇല്ല എന്ന് നമ്മളതിൽ പറയും. ആ വീഡിയോയിലില്ല. ഉണ്ണി മുകുന്ദൻ അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് മാനേജർ വിവരം വരുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ സുഹൃത്തും പറഞ്ഞു, ആ മാനേജർ കൈ കൊടുക്കാൻ വേണ്ടി കൈ കാണിക്കുന്നു. എന്നാൽ ഉണ്ണി കൈ കൊടുക്കുന്നില്ല, മറ്റേ ആൾക്ക് കൈ കൊടുത്തിട്ട് ഇവർ നടന്നു പോകുന്നു. മറ്റേ ആൾ അദ്ദേഹത്തെ വഴിക്കുമ്പോൾ ഇവരൊരു തൂണിൻ്റെ അവിടെ വന്ന് സംസാരിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ മാത്രമാണ്. 5 സെക്കൻഡ് വീഡിയോ. ആ വീഡിയോ വെച്ചുകൊണ്ട് പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വലിയ സൗഹൃദത്തോടു കൂടിയാണ് ഉണ്ണി മുകുന്ദനും വിപിനും കണ്ടുമുട്ടിയത്. അങ്ങനെ സൗഹൃദം ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്കെല്ലാം ആഗ്രഹം. ആ സൗഹൃദം പൊളിഞ്ഞപ്പോഴാണല്ലോ വാർത്തകൾ വന്ന്. എന്നിട്ട് ഈ 5 സെക്കൻഡ് വീഡിയോ പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇങ്ങനെ 5 സെക്കൻഡ് വീഡിയോ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. വേറെ ചാനലായിരുന്നു ആ വീഡിയോ ഏറ്റെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് 5 സെക്കൻഡുള്ള വീഡിയോ ഏതാനും സമയങ്ങൾക്കുള്ളിൽ അത് വലിച്ചിരിക്കുന്നു, അത് ഡിലീറ്റ് ചെയ്തു. ഒരു ചാനലാണ്, അവരെന്തിനാണ് വലിച്ചതെന്നും എനിക്കറിയില്ല. എന്തുമായെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തു. പിന്നെ അതിൽ അപ്പോൾ സത്യങ്ങളില്ല എന്നതിൻ്റെ തെളിവാണല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ ദൃശ്യങ്ങളുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വരേണ്ട അത്യാവശ്യമാണ്. അത് ഉണ്ണിക്കും പ്രയോജനം ചെയ്യും, വിപിനും പ്രയോജനം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളുടെ കാര്യം നമ്മൾ അന്വേഷിച്ചു. പക്ഷേ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. സീൽ ചെയ്ത ദൃശ്യങ്ങൾ അടങ്ങുന്ന സംഭവമാണ് കോടതി നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇത്, ആരെയും മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ വേണ്ടിയല്ല. പക്ഷേ വാർത്ത കണ്ടാൽ വാർത്ത ചെയ്യുക എന്നൊരു കർത്തവ്യം എനിക്കുണ്ട്, ഞാനത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്ത് 24 ചാനലിൽ ആ 5 സെക്കൻഡ് വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ അതിലെന്തോ പ്രശ്നമുള്ളതായിട്ട് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും തോന്നും. അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തും, അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പിൻവലിക്കാതിരിക്കണമായിരുന്നു. അതിപ്പോൾ എന്തൊക്കെ ഭീഷണി വന്നാലും, എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും മാധ്യമം ഒരു വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്ന ഒരു നിലയിലേക്ക് പോകരുത്. അത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ പോലീസ് പറഞ്ഞുകൊണ്ടാണ് പിൻവലിച്ചെങ്കിൽ അങ്ങനെ പിൻവലിച്ചാൽ നിങ്ങൾ ഒരു കാടെങ്കിലും ഇറക്കിയത് കാണിക്കണം. അത് മറ്റുള്ളവരിലേക്ക് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ പല ചോദ്യങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നു അവിടെയുള്ള നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായൊരു മറുപടി നൽകാതെ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹത്തിന് പറയാനുള്ളത് കാര്യങ്ങൾ പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുശേഷം 5 ചോദ്യത്തിൽ കൂടുതൽ പാടില്ല, 5 ചോദ്യങ്ങൾക്ക് മറുപടി, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു, മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അതിൽ നിന്നും മാറുന്ന നിലയിലാക്കി എനിക്ക് തോന്നിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കഴിഞ്ഞപ്പോൾ മറ്റൊരു പി ആർ വർക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു സൈഡിലിരിക്കുമ്പോൾ മറ്റൊരു പത്രപ്രവർത്തനം വേറെ സൈഡിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് അഡീഷണൽ ക്യാമറ വെച്ചിരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് പോയിട്ട് അങ്ങനെ ക്യാമറ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എൻ്റെ ക്യാമറ വെക്കാറുണ്ട്, എൻ്റെ ക്യാമറ വേണം. അങ്ങനെ 2 സൈഡിൽ അഡീഷണൽ ക്യാമറ വെച്ചിട്ട് ഞാൻ എന്നോട് ഉണ്ണി മുകുന്ദൻ പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഷൂട്ട് ചെയ്യും, അത് എന്നെ ഉണ്ണി മുകുന്ദനെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു PR വർക്ക് നടന്നിട്ടില്ലേ? അതല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ, അറിയാവുന്ന മാധ്യമ സുഹൃത്തുക്കൾ പറയണം. അങ്ങനെ എന്തിനാണ് എൻ്റെ ഒരു ക്യാമറ വെച്ച്? അപ്പോൾ ഉണ്ണി മുകുന്ദൻ വലിയ ഹീറോ ആക്കി കാണിക്കാനും, ഉണ്ണി മുകുന്ദൻ പറയുന്നത് എന്നെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യം എന്നെ അടിച്ചിരുത്തിക്കൊണ്ട് അങ്ങനെ ട്രോള് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ട്രോള് വന്നതിലൊന്നൊരു പ്രശ്നമുള്ളതല്ല. പക്ഷേ അങ്ങനെ ഒരു ക്യാമറ വെച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാർത്താ സമ്മേളനമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ ക്യാമറ വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല. മൊബൈൽ ക്യാമറയാണ് വെച്ചിരുന്നത്. അത് കൃത്യമായിട്ട് എനിക്ക് വയ്ക്കുന്നു, കൃത്യമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റേ വേറൊരു മാധ്യമ പ്രവർത്തകർക്ക് വെക്കുന്നു. അപ്പോൾ അത് അങ്ങനെ എടുക്കണം. അങ്ങനെ ഒരു ഷൂട്ട് ഇന്നുവരെ നടന്നിട്ടില്ല. ഞാൻ എത്രയോ വാർത്താ സമ്മേളനത്തിന് പോയിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ പറയണം, എൻ്റെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കൾ പറയണം ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ നടത്താറുണ്ട്. എനിക്ക് വേണ്ടി എൻ്റെ ക്യാമറ വെക്കും. ഓരോ ക്യാമറ റിപ്പോർട്ട് ടിവിയിൽ പല വാർത്താ സമ്മേളനം ഞാൻ കാണാറുണ്ട്. അവർക്ക് വേണ്ടി ക്യാമറ വെക്കാറുണ്ട്. അങ്ങനെയാണ് ചെയ്യാറുണ്ട്. അപ്പം അവിടെ ഒരു PR വർക്കിന് വേണ്ടിയുള്ളൂ പരിപാടി അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെടുത്തിട്ട് മറ്റുള്ള യൂട്യൂബേഴ്സ്, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സൊന്നുമല്ല, നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അവർക്ക് ആ വീഡിയോ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട്
ട്രോള് പോലെ വീഡിയോ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ, എന്ത് അല്പത്തരമാണിത്. അതോടൊപ്പം തന്നെ വ്യാജ വാർത്ത കൊടുത്ത യൂട്യൂബറിന് പരാതി നൽകിയേക്കാം. അത് ഏത് യൂട്യൂബറാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അത് പരാതി കൊടുക്കണമെന്ന് ഞാനും പറയണം. അതും കാർഡിറക്കിയിരിക്കുന്നത് 24-ലെ ഒരു കാർഡാണ് ഞാൻ കണ്ടത്. വേറെ ചാനലുകാരെല്ലാവരും ഉണ്ടായിരുന്നു അവിടെ വാർത്താ സമ്മേളനത്തിൽ. അങ്ങനെ അദ്ദേഹം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയും ചെയ്തു, അന്ന് ഈ വാർത്ത വ്യാജമാണെങ്കിൽ ആ യൂട്യൂബറിന് പരാതി നൽകുമെന്ന് ഉടനെ ചോദിച്ചു. ഉടനെ തന്നെ ഉണ്ണിമുന്തനെ നിങ്ങളെക്കുറിച്ചല്ല പറഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ എന്നെക്കുറിച്ചല്ല പറഞ്ഞത്, ഉണ്ണിമുന്തൻ അവിടെ വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ചായിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പോൾ ഒരു പ്ലാനിങ് ആയിട്ട് അവർ രണ്ടുപേരും വന്നിരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. മറ്റുള്ളവർക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാം, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണിമുന്തൻ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2 നടിമാർ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും ഈ മാനേജറായ വിപിൻ കുമാറിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് വിപിൻ കുമാർ ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട്. 2 നടിമാർ പരാതി നൽകിയെന്ന ആരോപണം തെറ്റ്, ക്ഷമാപണം നടത്തിയെന്ന ഉണ്ണിയുടെ വാദവും വ്യാജം. മാനേജർ വിപിൻ കുമാർ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. എൻ്റെ പരാതിയിൽ ടോവിനോ ഞാൻ ഒരിക്കലും വലിച്ചഴിച്ചിട്ടില്ല. അദ്ദേഹം ഉണ്ണിയും തമ്മിലുള്ള ഏതെങ്കിലും പ്രശ്നം സൂചിപ്പിച്ചിട്ടുമില്ല. ഉണ്ണി മൂന്തൻ്റെ മാനേജർ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്ഥാനമൊഴിയുന്നതിന് മുമ്പുള്ള അവസാനത്തെ പ്രൊഫഷണൽ സംഭവമായതിനാൽ നരിവേട്ട സിനിമയുടെ പോസ്റ്റിനെ കുറിച്ച് മാത്രമേ ഞാൻ പരാമർശിച്ചിട്ടുള്ളൂ. ഞാൻ 6 വർഷത്തോളം ഉണ്ണിയുടെ മാനേജരായും വിവിധ പൊതുപരിപാടികൾ അദ്ദേഹം എന്നെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. ഔപചാരിക കരാറൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ലൈവിലെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അതിന് ഉദാഹരണമാണെന്നും ഇദ്ദേഹം വിപിൻ കുമാർ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റ് പ്രധാന ഒരു കാര്യങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് എനിക്ക് നോക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം കാര്യങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്നത് എൻ്റെ റോളിൻ്റെ വ്യക്തമായ തെളിവാണ്. അത് ഉണ്ണിമുന്തൻ പറഞ്ഞാണ്. അത് വിപിൻ്റെ റോളിൻ്റെ വ്യക്തമാണെന്ന് വിപിൻ പറയുന്നു. ഇതിൻ്റെ പിന്തുണയ്ക്കുള്ള ധാരാളം തെളിവുകളുമുണ്ട്. അമ്മയിലോ ഫെഫ്കയിലോ എനിക്കെതിരെ നടി പരാതി നൽകിയിട്ടുണ്ടെന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. ഇതുവരെ അത്തരമൊരു പരാതിയെക്കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അത്തരമൊരു കേസ് കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമമാണിതെന്നും ഞാൻ ശക്തമായി സംശയിക്കുന്നു. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഞാൻ ക്ഷമാപണം നടത്തിയെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണ്. സംവിധായകനായ ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്ത് ഇതിനകം തന്നെ ഇത് പരസ്യമായി നിഷേധിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതിനാൽ ആരോടും ക്ഷമാപണം നടത്തേണ്ട കാര്യം എനിക്കില്ല. ഇതൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, രണ്ടുപേരും സുഹൃത്തായ ഒരു സംവിധായകൻ അതിൻ്റെ അടുത്ത് പോയി ഇദ്ദേഹം വിപിൻ കുമ്പസാരിച്ചു എന്നുവെച്ചാൽ ക്ഷമാപണം നടത്തിയെന്ന വാർത്ത വരികയും പിന്നീട് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കാർഡ് വന്ന് അങ്ങനെ എൻ്റെ അടുത്ത് വിപിൻ കുമാർ വന്ന് ക്ഷമാപണം നടത്തിയിട്ടില്ല എന്ന് ആ വാർത്ത ഞാൻ കാണുകയും ചെയ്തതാണ്. അത് തന്നെ ഉണ്ണിമുന്തൻ ഇന്ന് ആവർത്തിച്ചപ്പോൾ അത് തെറ്റാണെന്നാണ് ഇപ്പോൾ വിപിൻ കുമാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം എഴുതുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു നീണ്ട ഇത് തന്നെയാണ്. ജൂൺ 2-ന് ഫെഫ്കയിൽ മുന്നിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അതുവരെ എല്ലാവരും കാത്തിരിക്കാനും പരിശോധിച്ചുറപ്പിച്ച വിവരങ്ങൾ വരും വരെ ക്ഷമയിലിരിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും വിപിൻ്റെ അടുത്ത് കുറേ തെളിവുകളുണ്ട് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. പിന്നെ ഉണ്ണി ഇന്നലെ വലിയ സംഭവം പറഞ്ഞു, ഞാൻ അടിച്ചിട്ടില്ല, അങ്ങനെ അടിച്ചു വന്ന് ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ സിനിമാ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ണി പറഞ്ഞെങ്കിൽ ഉണ്ണിയുടെ ചങ്കുറ്റം, അടിച്ചിട്ടില്ല എന്ന് കാണില്ല. പക്ഷെ അടിച്ചു എന്ന് പരാതിയിൽ പറയുന്ന അടിച്ചു എന്നാണ്. ഒരു പരാതിയിൽ പറയുന്ന കാര്യത്തിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസും എൻ്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. എനിക്കത് മാത്രമേ എവിഡൻസ് ആയിട്ടുള്ളൂ. എനിക്ക് ദൃശ്യങ്ങൾ കിട്ടിയിട്ടില്ല, ഞാൻ ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഉണ്ണിമുന്തൻ ഇന്നലെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ഞാനത് ചോദിച്ചപ്പോൾ മറ്റേ ഡിലേറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് അവരോട് ചോദിക്കുന്ന പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. അദ്ദേഹം പെട്ടെന്ന് ഒഴിഞ്ഞു മാറിപ്പോണ ഒരു സീനും ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ കാര്യത്തിൽ സത്യസന്ധമായി തെളിയണം. നാളെ ജൂൺ 2-ാം തീയതിയാണ് ഫെഫ്കയും അമ്മയും ചേർന്നിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നത്. അത് നാളെ ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പക്ഷേ അതിനൊരു സാധ്യതയും കുറയുന്നുണ്ട് എന്ന് എനിക്ക് കിട്ടുന്നു. കാരണം അതിൻ്റെ ഒരു സാധ്യത വേറെ അസൗകര്യം കാരണമാണ്. അത് ഈ താരങ്ങളിലെ ഒന്നും അസൗകര്യമല്ല, ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നവർക്ക് ഒരു അസൗകര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നാളെ ആ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല എന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഉണ്ണിമുന്തന് വേണ്ടി PR ചെയ്യുന്ന PR ഏജൻസികൾ കുറേ ട്രോളുകളും കുറേ ക്യാമറ എൻ്റെ മുഖത്ത് വെച്ചിട്ട് കുറേ ട്രോളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാൻ കണ്ടു, കുറേ വീഡിയോസ് ഉണ്ട് അവർ പറഞ്ഞിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ ചെയ്ത വാർത്ത പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് തന്നെയാണ് എന്ന് എവിടെയും തെളിയിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. അത് സംശയമുണ്ടെന്ന് ഉണ്ണിമുന്തൻ മുന്നിൽ. ഉണ്ണിമുന്തൻ ആരാണ് ആ
റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഉണ്ണിമുന്ത പറഞ്ഞ ഇനിയിപ്പം അതിനകത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ AI വെച്ചിട്ട് നിങ്ങൾ കൃത്രിമമായിട്ട് ചിലവരുണ്ടാക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്ത് മർദ്ദിച്ച് ഇങ്ങനെയൊക്കെയാണ് ഉണ്ണിമുന്ത പറയുന്നത്. അദ്ദേഹം പിന്നെ പറഞ്ഞു ഞാൻ ഒരു ഫ്ലോയ്ക്ക് പറഞ്ഞാന്ന് പിന്നെ അദ്ദേഹം തിരുത്തുകയും ചെയ്തോളൂ, അത് സത്യമാണ്, അത് ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, വിപിൻ കുമാറിനെ ഉണ്ണിമുന്തൻ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ണനെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 24-ൽ കാണിച്ച ആ സീനിൽ കണ്ണനെ എറിഞ്ഞ് പൊട്ടിക്കുന്നതെങ്കിലും അവർ കാണിക്കണമായിരുന്നു, അവിടെയായിരുന്നു മാന്യത എന്ന് പറഞ്ഞു. അതുപോലും കാണിക്കാതാണ് 5 സെക്കൻഡ് വീഡിയോ പുറത്തു വിട്ടപ്പോൾ സംശയത്തിൻ്റെ നിഴൽ അവർ നിൽക്കുകയും ഉണ്ണിമുന്തന് വേണ്ടിയാണ് അവർ ചെയ്തതെന്നൊരു സംശയം ഉടലെടുത്തു. ആ തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് അവർ പിൻവലിക്കുകയും ചെയ്തപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരു പ്രസക്തിയില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കൈ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ, കൈ പിടിച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ, ഓടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദൃശ്യങ്ങളും പോലീസിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ നൽകുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആർക്കാണ് ദൃശ്യങ്ങൾ കിട്ടുന്നത്, ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ ചാനലുകാരും നോക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിവരം. ഇന്ന് മറ്റു ചാനലുകളെല്ലാം ഈ ഉണ്ണിമുന്തൻ്റെ വാർത്താ സമ്മേളനത്തിലെ വാർത്തയും അതോടൊപ്പം വിപിൻ കുമാറിൻ്റെ വാർത്തയും രാവിലെ തൊട്ട് തന്നെ കൊടുത്തിരുന്നു. ഞാൻ ഒന്ന് വൈകിപ്പോയി, ഞാൻ വേറൊരു പരിപാടിയിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വാർത്ത ചെയ്യുന്നത്.